ഈ ദിവസത്തിന്റെ ഈ സന്ധ്യ കഴിഞ്ഞ സമയം ഈ ഗണപതിക്കല്ല് ദേശത്ത് നടത്തി വരുന്ന കൺവെൻഷന്റെ മൂന്നാമത്തെ രാത്രിയിൽ നമുക്കേവർക്കും ഈ പന്തലിലായിരിക്കാനുള്ളതായ ഭാഗ്യം ദൈവം തന്നിരിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അനുഗ്രഹീതമായ ദൂത് കേൾക്കുവാനും ഇമ്പകരമായ ഗാനങ്ങൾ കേൾക്കുവാനും ഈ ദേശത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് അവസരം നൽകിയിരിക്കുകയാണ്. ഇന്ന് ഈ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തിന്റെ ദൂത് ശ്രമിച്ചതുപോലെ തന്നെ ഇന്നും നിങ്ങൾക്കേവർക്കും ശാന്തമായി വന്നിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിച്ചിരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കെല്ലാവർക്കും ദൈവം നമ്മെ ഈ കൂട്ടായ്മ ഇന്ന് നടത്തുവാനായിട്ട് ദൈവം സഹായിച്ചതോർത്ത് നമുക്കെല്ലാവർക്കും ഇവിടെ വരുവാൻ ഇടയാക്കിയതോർത്ത് നമുക്കെല്ലാവർക്കും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ദൈവം നമ്മെല്ലാവരെയും കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ഈ സമയം കർത്താവായ യേശുക്രിസ്തുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് നമുക്കിന്ന് വേണ്ടി ഇന്ന് നമുക്ക് എന്താണ് അത്ഭുതകരമായിട്ട് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിയുന്നത് എന്ന് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു വലിയ കുളിർമഴയായി ദൈവത്തിന്റെ ദൂത് തീരുവാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇവിടെ ഇരിക്കുക. വൈകുന്നേരം ഒരു അല്പം മഴ നമുക്ക് നൽകി. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്, നമ്മുടേതല്ല. ആ മഴ ഒരുപക്ഷെ നമുക്ക് അസഹനീയമായി തോന്നാം, എങ്കിലും അത് നമുക്കൊരു അനുഗ്രഹമാണ്. അതൊരു അനുഗ്രഹ പൂമഴയാണ്. അതുകൊണ്ട് നമ്മൾ ശാന്തമായി ഇരുന്ന് നമുക്കെല്ലാവർക്കും സന്നിധി ബോധത്തോടുകൂടെ ഇരുന്ന് ദൈവത്തിന്റെ ദൂത് കേൾക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇன்பകരമായ ഗാനങ്ങളിൽ തുടർന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഈ സമയം ഇന്നത്തെ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്നതായ നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതായ നമ്മുടെ അമ്മമാർ, സഹോദരിമാർ, യൗവനക്കാർ, ദൂരത്തും ചാരത്തും നിന്ന് കടന്നു വന്നിരിക്കുന്നതായ ഇതര സഭ മതവിശ്വാസങ്ങളിലുള്ളവർ ഒക്കെ ഈ ഭാഗത്തുണ്ട്. അവരെ എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകാൽ നമ്മുടെ ചെമ്പകത്തരിച്ച് സഭയിൽ നിന്നും നമ്മോടൊപ്പം പ്രിയ മാതാവും നമ്മുടെ പ്രിയയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എന്നോടൊപ്പം ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്നതായ ദൈവത്തിന്റെ ദാസന്മാരെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയും അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ ദൈവം അടിയനെ അതിനായിട്ട് സഹായിക്കട്ടെ. എൻ്റെ ഏറ്റവും വലതു ഭാഗത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്, പാസ്റ്റർ സോമൻ അവர்கள். ഈ ദേശത്ത് ഒരു നല്ല സ്ഥായിയായ ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോടൊപ്പം ഊർജ്ജസ്വലനായി പ്രവർത്തിച്ചു. താനും തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല താനാണ് നേതൃത്വം കൊടുക്കുകയും വഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ആരാധനയിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസനുണ്ട്. ഞാൻ ഹാർദവമായി ഇന്ന് ഈ ആരാധനയിലേക്ക് പ്രിയദാസനെ സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് എൻ്റെ ഇടതു ഭാഗത്ത് ആദ്യം ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്ത നെടുമങ്ങാട് സർക്കിൾ ലീഡർ പാസ്റ്റർ തങ്കച്ചൻ അവർകളാണ്. തൻ്റെ മിസ്സിസും അതിൻ്റെ പേരക്കുട്ടികൾക്കുമായിട്ട് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. പ്രിയ പാസ്റ്റർ ഇതിൻ്റെ ഒരു ചുമതല ഇന്ന് നമുക്ക് വേണ്ടി വഹിക്കും. പ്രിയപ്പെട്ട പാസ്റ്റർ നമ്മോടൊപ്പം ഉള്ളത് കൊണ്ട് വളരെയധികം സന്തോഷം. ഞാൻ ഹാർദവമായി ഇന്നത്തെ ഈ ആരാധനയിലേക്ക് പ്രിയ പാസ്റ്ററെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് എനിക്ക് സ്വാഗതം ചെയ്യുവാനായിട്ടുള്ളത് ഇന്നത്തെ പ്രധാനമായിട്ട് നമുക്ക് ദൂത് നൽകുവാനായിട്ട് നമ്മുടെ ഈ പോസ്റ്ററിൽ കാണുന്നത് പോലെ ഇന്ന് മൂന്നാമത്തെ ദിവസം പാസ്റ്റർ അജയൻ കാട്ടാക്കട ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. പാസ്റ്ററും തൻ്റെ പ്രിയ പത്നിയും നേരത്തെ തന്നെ മഴയൊക്കെ അല്പം ഉണ്ടായിരുന്നെങ്കിൽ നനഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. റൂട്ടൊന്നും അറിയാതെ അല്പസമയം ഇടയ്ക്കൊക്കെ നിന്നുപോയി. എങ്കിലും കൃത്യസമയത്ത് ഈ ഗണപതിക്കല്ല് ദേശത്ത് ഇന്ന് ദൈവത്തിന്റെ ദൂത് ഘോഷിക്കുവാനായിട്ട് തൻ്റെ മകൻ എത്തിയിരിക്കുകയാണ്. ദൈവം പ്രിയമകനെ അനുഗ്രഹിക്കട്ടെ. കൂടുതലായിട്ട് ഉള്ള പരിചയപ്പെടുത്തൽ നമ്മുടെ സർക്കിൾ ലീഡർ കാട്ടാക്കട സർക്കിൾ നെടുമങ്ങാട് സർക്കിൾ പാസ്റ്റർ തങ്കച്ചൻ അവர்கள் ചെയ്യും. എങ്കിലും ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ദൂത് നൽകുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസനും തൻ്റെ പത്നിയുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ആരാധനയിലേക്ക് അവരെ ആദ്യമായി സ്വാഗതം ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ പാസ്റ്റർ രാജു എം അവர்கள் നമ്മോടൊപ്പം ഉണ്ട്. പ്രിയ പാസ്റ്റർ ഇന്ന് നമ്മോടൊപ്പം ഈ വേദിയിൽ വരുവാനായിട്ടുള്ളതാണ്. ചില ശാരീരികമായ ചില പ്രയാസങ്ങളായിട്ടാണ് പ്രിയദാസനോടെ ഇരിക്കുന്നത്. നമ്മോടൊപ്പം ഉണ്ട്. പ്രിയ പാസ്റ്റർ ഞാൻ ഹാർദവമായിട്ട് ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന്
നമ്മുടെ സർക്കിൾ കൊയർ ഇൻപകരമായ ഗാനങ്ങൾ പാടി നമ്മെ ഈ 3 ദിവസങ്ങളിൽ, അതായത് ഇന്ന് 3-ാമത്തെ ദിവസം, നമുക്ക് അനുഗ്രഹീതമായ പാട്ടുകൾ പാടി കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷിപ്പാനൊക്കെ, അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കുവാനായിട്ട് നമ്മുടെ ആ കാതുകൾക്കും നമ്മുടെ ഹൃദയങ്ങൾക്കും ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രിയ ടീച്ചർ സജീൽ അവർകളാണ്. കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നത് നന്ദന, അതുപോലെ തന്നെ ആദിത്യ, സോഫിയ, അക്ഷയ്, നയന, പിന്നെ നമ്മുടെ യൂത്തിൻ്റെ ലീഡർ അജി, മറ്റ് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും നമ്മോടൊപ്പം ഉണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ശബ്ദവും വെളിച്ചവും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയ സഹോദരൻ രാജു, തൻ്റെ മിസ്സസ്, തൻ്റെ മകൻ, ഇന്ന് ഒരു മകൻ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ, ഒരാൾ മാത്രമേ ഉള്ളൂ. ശരി, മതി. നമുക്ക് അനുഗ്രഹീതമായ ഈ സൗണ്ട് സിസ്റ്റം വളരെ അനുഗ്രഹീതമായി നമുക്ക് നൽകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിജിത്തിൻ്റെ അമ്മ ശ്രീ സുശീല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും വ്യക്തിപരമായി, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും, എല്ലാ അമ്മമാരെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും, പ്രത്യേകിച്ച് നമ്മുടെ ചെമ്പകത്തുരിശ് സഭയുടെ സഭാമുപ്പൻ ഷാജി നമ്മോടൊപ്പം ഉണ്ട്. എല്ലാവരെയും ഈ ആരാധനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ കാറിൽ ഒരാൾ ഇരിപ്പുണ്ട്, കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, നമ്മുടെ കാരക്കുളം സർക്കിളിൻ്റെ യൂത്തിൻ്റെ കോർഡിനേറ്റർ ഗോഡ്വിൻ സാർ. കാലിലൊരു, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, ഒരു ക്ഷതം പറ്റിയത് കൊണ്ടാണ് സാറോട് ഇരിക്കുന്നത്. ദൈവം പ്രിയമകൻ എത്രയും വേഗം സൗഖ്യം കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഓർഗൻ വായിക്കുന്നതായ നമ്മുടെ ഫിലിപ്പ് സൗരൻ നമ്മോടൊപ്പം ഉണ്ട്. പ്രിയ സൗറിനെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കുന്നു. നമ്മുടെ സാറ് നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റുന്ന ഈ ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം. പോരിനോട് ദേവദേവനെ പുതിയതാം കൃപകളോടെ, പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും യേശുവേ പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നും യേശുവേ പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ ആത്മാവിൻ ഗീതമേ, യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. ഭയങ്കര കാറ്റുമഴയും കൊടിയതായി വരും നേരത്തിൽ, കാറ്റുമഴയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങള നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങള സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ ആത്മാവിൻ ഗീതമേ, യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. യേശുവേ
തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻകരത്തിൽ വെച്ചു ജീവപാതയെന്നു മോടും ഞാൻ. താഴ്ത്തി എന്നെ തൻകരത്തിൽ വെച്ചു ജീവപാതയെന്നു മോടും ഞാൻ. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ കീഴാമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നു രക്ഷകൽപ്പനയതാ. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നു രക്ഷകൽപ്പനയതാ. വേഗം ദേവിയെല്ലാം ചേർന്നു പ്രിയനാ വേല ചെയ്യുന്ന. വേഗം ദേവിയെല്ലാം ചേർന്നു പ്രിയനാ വേല ചെയ്യുന്ന. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്രകാരം നിൽക്കുമ്പോൾ തന്നെ ഒരു വേദവാക്യം വായിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. വേദവാക്യം വായിച്ച് നമ്മുടെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് നമ്മുടെ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം. വേദവാക്യം വായിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഈ വായിച്ച വാക്യം മുഖാന്തരം ഇന്ന് രാത്രികാലം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനും അടിയങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളെ നാൾതോറും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ നല്ല ദൈവമേ സ്തുതിപ്പിതാവേ, അനുഗ്രഹവും മനോഹരമായ ഈ സന്ധ്യായാമത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. കർത്താവേ, കഴിഞ്ഞ 2 ദിനങ്ങളായി ഈ സ്ഥലത്ത് ദൂരത്തും ചാരത്തുമായിരുന്ന അടിയങ്ങൾക്ക് കൂടി വരുവാനും ഉയരത്തിൽ വസിക്കുന്നവനും ഉന്നതനും ശാശ്വതവാസിയും ഉയർന്നിരിക്കുന്നവനുമായ കർത്താവിൻ്റെ മഹത്വമേറിയ നാമം അടിയങ്ങൾ ഞങ്ങളുടെ നാവിലെടുത്തുകൊണ്ട് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങേ ആരാധിക്കുവാനുമായി അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. ഈ 3-ാം ദിവസത്തിൻ്റെ സന്ധ്യായാമത്തിലേക്ക് അടിയങ്ങൾ പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ ദിനരാത്രങ്ങൾ മുഴുവൻ കർത്താവെ ഈ ദേശത്തെ അവിടുന്ന് പരിപാലിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദേശവാസികളായിരിക്കുന്ന അങ്ങയുടെ മക്കളെ അവിടുന്ന് കരുതിയിരിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അടിയങ്ങൾക്കും ഈ ദേശത്ത് തൻ്റെ ജനത്തോട് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവെ ഇപ്രകാരം ഒരു കൺവെൻഷൻ പരമ്പരയിൽ കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും അടിയങ്ങൾക്ക് നൽകിയ നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലും അവിടുത്തെ തിരുമുമ്പിൽ അടിയങ്ങളായിരിക്കുമ്പോൾ ഈ സ്ഥലത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ സ്വർഗത്തിലെ ദൂതന്മാരുടെ സംരക്ഷണവും കാവലും ഈ ഹോളിനുള്ളിലും ഇതിൻ്റെ പരിസരവും അവിടുന്ന് സംരക്ഷിച്ച് ഇതിലായിരിക്കുന്ന അടിയങ്ങളെല്ലാവരെയും അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കുകയും ഈ ദേശത്തോട് അവിടുന്ന് കരുണ കാണിക്കുകയും ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും അവിടുത്തെ കരങ്ങളിൽ വഹിക്കണമെന്ന് അടിയങ്ങൾ യാചിക്കുന്നു. പ്രകൃതിയെ ഞങ്ങൾക്ക് അവിടുന്ന് അനുകൂലമാക്കി തന്ന കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ചൂടിൻ്റെ അനുഭവത്തിൽ അടിയങ്ങളായിരുന്നുവെങ്കിൽ ഈ സന്ധ്യായാമത്തിൽ 3-ാം ദിവസമാകുന്ന ഈ ദിവസത്തിൽ കർത്താവെ ഒരു കുളിർമഴ പെയ്യിച്ച് അടിയങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ആ ചൂടിൻ്റെ ആധിക്യത്തിൽ നിന്നും അടിയങ്ങളെ കരുതുകയും ചെയ്ത കൃപകൾക്കായി സ്തോത്രം. അങ്ങ് നല്ലവനും വല്ലഭനും അതേ കർത്താവെ എല്ലാ നന്മകളും നിറഞ്ഞ് അടിയങ്ങളെ പരിപാലിക്കുന്നവനുമായിരിക്കാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പ.
ഇന്ന് രാത്രികാലം അവിടുത്തെ തിരുമുമ്പിൽ അടിയങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ വഹിക്കണമെന്ന് അടിയങ്ങൾ യാചിക്കുന്നു. രോഗഭാരത്തിലും പ്രയാസത്തിലും കഷ്ടതകളിലും ഒക്കെയും ആയിരിക്കുന്ന തൻ്റെ ജനം ക്ഷീണിതരായി ബലഹീനരായി കർത്താവെ അവിടുത്തെ തിരുമുമ്പിൽ തിരുവചനത്തിന് ദാഹിച്ചുകൊണ്ട് കർത്താവെ, അതെ അങ്ങയുടെ സുവിശേഷം, മാറ്റമില്ലാത്ത സുവിശേഷത്തിനായി കാതോർത്തുകൊണ്ട് തൻ്റെ ജനം ദാഹത്തോടെ ആയിരിക്കുമ്പോൾ അരുമരക്ഷകനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രികാലവും ഈ ജനത്തോട് അവിടുന്ന് അത് പ്രസ്താവിക്കുമ്പോൾ അത് പ്രസ്താവിക്കുവാനായി കർത്താവെ അങ്ങ് അവിടുന്ന് ദൂരദേശത്ത് നിന്നും കൂട്ടിവരുത്തി അങ്ങയുടെ പ്രിയപ്പെട്ട ദാസനായി പ്രാർത്ഥിക്കുന്നു. താനും തൻ്റെ അതേ കർത്താവെ പ്രിയ ഭാര്യയുമായി തങ്ങൾ യാത്ര ചെയ്ത് കർത്താവെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് ഈ സ്ഥലത്തോളം എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. ഇന്ന് രാത്രികാലം തൻ്റെ നാവിൽ നിന്നും കർത്താവെ ഞങ്ങൾ കേൾക്കുന്നതായ തിരുവചനം അത് അവിടുത്തെ ജീവന്റെ അപ്പമായി കർത്താവെ അത് നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ആത്മീയം അന്യായി ഞങ്ങൾ ഭോജിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം അവിടുത്തെ വിശ്വാസത്തിൽ ഞങ്ങൾ നിറഞ്ഞവരായി ദൈവമായ കർത്താവിൽ ആശ്രയിപ്പാൻ അടിയങ്ങൾ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങയുടേത്, അത് സംസാരിക്കുന്ന മകനും അങ്ങയുടേത്, അത് കേൾക്കുന്ന തൻ്റെ ജനവും അവിടുത്തേതാണല്ലോ. അപ്രകാരം കർത്താവെ ഇന്ന് രാത്രികാലം ഈ ശബ്ദപരിധിക്കുള്ളിൽ അതേ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദോഷകരമായ എല്ലാത്തിനും അടിയങ്ങളെ വിടുവിക്കണം, ഹൃദയം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം കർത്താവെ. എല്ലാ നന്മകളും കൊണ്ട് അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യാൽ കഴിഞ്ഞ നാളുകളിൽ കർത്താവെ അടിയങ്ങൾക്ക് മുന്നമേ ഈ ദേശം സഞ്ചരിച്ച അങ്ങയുടെ പ്രിയപ്പെട്ട ദാസന്മാർ ഇന്ന് ക്ഷീണിതരും കർത്താവെ ആവശ്യത്തിലും അത് വാർദ്ധക്യത്തിലൊക്കെയുമായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ശേഷം കർത്താവെ തൻ്റെ യൗവനക്കാരെ വീണ്ടും ഈ ദേശത്തേക്ക് അയച്ച് പല പ്രാവശ്യവും കർത്താവെ ഈ ദേശം സഞ്ചരിച്ചുവല്ലോ. എന്നാൽ ഇപ്പോൾ കർത്താവെ അത് ഞങ്ങളുടെ പ്രവൃത്തികളെ അവിടുന്ന് സാധ്യമാക്കി ഇന്ന് ഈ ദിവസങ്ങളിൽ കർത്താവെ ദേശത്തോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിപ്പാൻ അടിയങ്ങളെ ശക്തീകരിച്ച് അവിടുന്ന് ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവെ ദേശത്തെ സഞ്ചരിപ്പാനും അനേകം ഭവനങ്ങളിൽ കടന്നു ചെല്ലുവാനും തൻ്റെ പ്രിയമക്കളെ കണ്ട് അവർക്ക് ആശ്വാസം പകരുവാനും അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിപ്പാനും ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഈ രാത്രിയിലും ഞങ്ങളുടെ മക്കൾ കർത്താവെ അവിടുത്തെ തിരുമുമ്പിലായിരിക്കുമ്പോൾ അവിടുത്തെ വചനത്താൽ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. രോഗികളായി കടന്നു വന്നവർക്ക് സൗഖ്യമോട് നൽകി പറഞ്ഞയക്കണം കർത്താവെ. ആശ്വാസം സമാധാനവും ദൈവം നൽകി അവിടുന്ന് മാനിക്കണം. പലവിധമായ ക്ലേശങ്ങളും ഭാരങ്ങളുമായിരിക്കുന്ന പ്രിയമക്കളെ അവിടുന്ന് താങ്ങുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യാൽ കർത്താവെ ഈ നാളുകളിൽ അടിയങ്ങളോട് ചേർന്ന് അടിയങ്ങൾക്ക് ശബ്ദവും വെളിച്ചവും അവിടുന്ന് നിയന്ത്രിച്ച് നൽകുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മകനെയും തൻ്റെ കുടുംബത്തെയും തൃക്കരങ്ങളോട് ഏൽപ്പിക്കുന്നു കർത്താവെ. ഇനിയും ദൈവത്തിൻ്റെ കരുതലും കാവലും കൂടിയിരിക്കണമേ. ഈ സായം സന്ധ്യ വിശുദ്ധ ശബദത്തിൻ്റെ പ്രാരംഭമാകിയാൽ അടിയങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും ദൈവം നൽകി അവിടുന്ന് ഞങ്ങളെ മാനിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഈ പാട്ടുകൾ പാടി കർത്താവെ നല്ല ഗാനങ്ങൾ ആലപിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ മക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടെ ഇനിയും നല്ല ഇൻപസ്വരമുള്ള ഗാനങ്ങളെ കേൾപ്പിച്ച് അതേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തൻ്റെ ജനത്തെ അതേ നന്മ കൊണ്ട് പുഷ്ടിപ്പെടുത്തുവാനും ദൈവം സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അതിനായി കർത്താവെ ഈ സ്ഥലം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന പ്രിയദാസനെയും തൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അതുപോലെ നിയമപാലകരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നുപോയ പാതകളിലൊക്കെയും അവിടെ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായി ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠദാസന്മാരെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ അവിടുന്ന് വായിക്കണം കർത്താവെ. അവർക്ക് വേണ്ടുന്ന നന്മകളെ ദൈവം നൽകണം. അവർ വിട്ടുപോകുന്ന ഭവനങ്ങളെയും അവരുടെ ദേശങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം കർത്താവെ ഞങ്ങൾ അല്പസമയം തിരുവചനത്തിൻ്റെ ശ്രദ്ധയ്ക്കായി ഞങ്ങൾ ഞങ്ങളുടെ ചെവികളെ ചാച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ തിരുമുമ്പിലായിരിക്കുമ്പോൾ അരുമരക്ഷകനായ ദൈവത്തിൻ്റെ കരുതലും കാവലും അടിയങ്ങളോട് കൂടിയിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം എന്ന് ഞങ്ങൾ അനുഭവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം എല്ലാം അവിടത്തേക്ക് നൽകുന്നു. തുടർന്ന് നടക്കുന്ന ആരാധനയിലൂടെ നീളം ദൈവസാന്നിധ്യോടെ പകരണം. ആരംഭം മുതൽ അവസാനം വരെയും അടുത്ത കൃപയാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗ്ഗപിതാവ് നല്ല ദൈവമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണിക്ക ശേഖരിക്കുകയുണ്ടായി. ഇന്നും നമുക്ക് കാണിക്ക ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിക്കയായിട്ട് നൽകുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരുകയും ചെയ്തിട്ടുണ്ട് ദൈവം. ഇന്നും നമുക്ക് വേറെ ഒരു പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് കാണിക്ക ശേഖരിക്കാം. പ്രത്യേകം ഒരു അറിയിപ്പ് കൂടെ ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്, നാളെ ഞങ്ങളുടെ ശബദാണ്, വിശുദ്ധ ശബദാണ്, ദൈവത്തിൻ്റെ വിശുദ്ധ ശബദ്. നാളെ 9:30 മണിക്ക് ഇവിടെ ശബദ ആരാധന ആരംഭിക്കും. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും, അതുമാത്രമല്ല ഭവനങ്ങളിലായിരിക്കുന്നവരും എല്ലാവരും ഞങ്ങളുടെ ഈ ദൈവത്തിൻ്റെ ശബദിൻ്റെ അനുഗ്രഹം, അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ശബദ ആരാധനയിൽ നിങ്ങൾ സംബന്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുന്നു.
പ്രത്യേകിച്ച് ഉച്ചയ്ക്കുള്ളതായ ഭക്ഷണമൊക്കെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആരും വിശന്നു പോകേണ്ടതായിട്ട് വരികയില്ല. അതുകൊണ്ട് എല്ലാവരും വന്നു ചേരണമെന്നാണ് ഞങ്ങൾ ദൈവനാമത്തിൽ നിങ്ങളോട് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നു. ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ നമുക്ക് ആ കാണിക്കകൾ നമുക്ക് ശേഖരിക്കാം. இல்லாமல் நடமா
நம்பிக்கை இல்லாமல் நடமாடும் ஆத்மாக்களை மீட்டிடும் என் இயேசுவே, போராடி ஜெபிக்கின்ற நாதா, எந்தன் ஜெப வேளை உம்மை தேடி வந்தேன். தேவா மதுதானே, எந்தன் ஜெப வேளை உம்மை தேடி வந்தேன். தேவா மதுதானே, எந்தன் கோட்டை எந்தன் தஞ்சம் நிறை ஒன்றை நான் நாடி வந்தேன். எந்தன் கோட்டை எந்தன் தஞ்சம் நிறை ஒன்றை நான் நாடி வந்தேன். எந்தன் ஜெப வேளை உம்மை தேடி வந்தேன். தேவா மகத்தாருமே, எந்தன் ஜெப வேளை உம்மை தேடி வந்தேன். தேவா மகத்தாருமே. അർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ഈ കാണിക്കകളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നീട്ടിയിരിക്കുന്നതായ എല്ലാ തരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഈ സമയം ആ ദൈവത്തിലേക്ക് ഉയർത്തുക. കണ്ണുകളെ അടയ്ക്കാം. സകല അനുഗ്രഹങ്ങളുടെ ഉറവിടമായിരിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ ഈ വൈകവേളയിൽ അടിയങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ ഈ ദേശത്ത് ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം അടിയങ്ങൾക്ക് തന്ന ഈ മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം അനേക ആളുകൾ രോഗികളായിട്ട് ഭാരപ്പെട്ടുകൊണ്ട് ജീവന് വേണ്ടി കേണുകൊണ്ട് ഡോക്ടർമാരുടെ മുന്നിലും ആശുപത്രികളിലുമൊക്കെയും വളരെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അടിയങ്ങൾക്ക് സുഖവും ബലവും ദീർഘായുസ്സും തന്ന് ഈ ഭൂമിയുടെ പുൽപ്പുരങ്ങളിൽ ജീവനുള്ള ദേശത്തായിരിക്കാൻ അടിയങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. അടിയങ്ങളുടെ കഴിവോ അടിയങ്ങളുടെ മഹത്വമോ അടിയങ്ങളുടേതായ നന്മ പ്രവൃത്തികളോ ഒന്നും കൊണ്ടല്ല, എന്നാൽ ദൈവത്തിന്റെ വലിയ ദയ കൊണ്ട് ഞങ്ങളെ അവിടുന്ന് കരുതിയിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും പാർപ്പിടവും സുഖവും ബലവും ഒക്കെ തന്നിരിക്കുന്നതായ സ്വർഗത്തിലെ ദൈവത്തെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് ഈ സമയം ഞങ്ങളിതാ തിരുസന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിച്ചിരിക്കുന്നതായ അവിടുത്തെ ഓരോ മക്കളും ഇന്ന് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതായ കാണിക്കകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇത് അവിടുന്ന് സൗരഭവാസനയായിട്ട് സ്വീകരിക്കുകയും കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇത് എടുത്തുപയോഗിക്കുകയും ചെയ്യുമാറാകണമേ. നീട്ടിയ ഓരോ കരങ്ങളെയും വ്യക്തിപരമായി കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമേ, അവരായിരിക്കുന്ന ഭവനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ വൈഷമ്യങ്ങളോടുകൂടെ, ഭാരങ്ങളോടുകൂടെ, രോഗങ്ങളോടുകൂടെ, മറ്റു ബുദ്ധിമുട്ടുകളോടുകൂടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, ആശ്വാസത്തിന്റെ ദായകനായ യേശുവിന്റെ കരം ഇന്ന് രാത്രികാലം അവരെ തൊട്ട് സൗഖ്യമാക്കി സമാശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമാറാകണമേ. ഞങ്ങളുടെ മധ്യേ ആയിരിക്കുന്നതായ ചെറിയ പൈതങ്ങളുണ്ട്, യൗവനക്കാരുണ്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മമാരും പിതാക്കന്മാരുമുണ്ട്. കർത്താവെ, എല്ലാവരെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് അടിയങ്ങൾ ഏൽപ്പിക്കുകയാണ്. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചെന്ന് പറഞ്ഞയക്കണമേ നാഥ. ഇന്ന് അല്പസമയം കൂടെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കട്ടെ. അങ്ങയുടെ ദാസന്റെ നാവിലൂടെ വരുന്നതായ ഇൻപകരമായ ദൂതെന്ന് ഞങ്ങൾക്ക് ഒരു കുളിർമഴയായി അവിടുന്ന് കേട്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇവിടം വിട്ട് സന്തോഷത്തോടെ കടന്നു പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അടിയകൾക്കായി ജീവനർപ്പിച്ച അരുമരക്ഷകന്റെ വലിയൊരു നാമത്തിൽ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ അടിയങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന അങ്ങ് കേൾക്കുമാറാകണം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്നത്തെ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. അത് വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാലേ അതറിയാൻ പറ്റുള്ളൂ.
വിശുദ്ധ വേദപുസ്തകമാണ് ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം. ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പഴയ നിയമമാണ്, പുതിയ നിയമമല്ല. പഴയ നിയമമില്ലെങ്കിൽ പുതിയ നിയമം ഇല്ല എന്നതാണ്. പഴയ നിയമത്തിൽ യഹോവയെ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് അടിസ്ഥാനം, ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 54, 55, 56 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അന്ന് ഒരുക്കനാളായിരുന്നു, ശബത്തും ആരംഭിച്ചു. അന്ന് ഒരുക്കനാളായിരുന്നു, ശബത്തും ആരംഭിച്ചു. അത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുക്കനാളെന്ന് പറഞ്ഞാൽ 6-ാമത്തെ ദിവസം. 6-ാമത്തെ ദിവസമാണ് കർത്താവ് യേശു ക്രിസ്തു മരിച്ചത്. 6 ദിവസം കഴിഞ്ഞു. 7-ാമത്തെ ദിവസം സന്ധ്യാസമയത്ത് ഒരുക്കനാണ്, ശബത്താണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശബത്ത് ആരംഭിച്ചിരിക്കുക. ഈ ശബത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല. അതാണ് ആർക്കും മനസ്സിലാകുന്ന ശബത്ത് എന്ന് പറഞ്ഞാൽ. ഇത് എബ്രായ ഭാഷയാണെങ്കിലും വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. അന്ന് ഒരുക്കനാളായിരുന്നു, ശബത്തും ആരംഭിച്ചു. ഈ ശബത്തിനെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം പറയുന്നത്: 6 ദിവസവും നീ അധ്വാനിച്ച് നിന്റെ വേലയൊക്കെ ചെയ്യണം, 7-ാമത്തെ ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്ത്. അന്ന് നീയോ നിന്റെ പുത്രനോ പുത്രിയോ വേലക്കാരനോ വേലക്കാരത്തെയോ നിന്റെ പടിവാതിൽക്കുള്ള പരദേശിയോ ആടോ മാടോ കന്നുകാലികളോ ഒരു ജോലിയും ചെയ്യരുത്. ഇത് പറഞ്ഞത് യഹോവയായ ദൈവം. അങ്ങനെയാണെങ്കിൽ ശബത്ത് ആരംഭിച്ചു. ഇന്ന് ശബത്ത് ദിവസമാണ്. നാളെ ശനിയാഴ്ച വൈകുന്നേരം വിശുദ്ധ ദിവസമാണ്. ഈ വിശുദ്ധ ദിവസം അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചു മനുഷ്യർക്ക് വേണ്ടി ദൈവം നൽകി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആരാധനയ്ക്കായി ദൈവം നൽകിയിരിക്കുന്ന ഒരു വിശുദ്ധ ദിവസമാണ് ഈ ശബത്ത്. ഈ ശബത്ത് 7-ാം ദിവസമാണ്. ഈ 7-ാം ദിവസത്തിനാണ് ഇംഗ്ലീഷിൽ അതിന് 7th ഡേ എന്ന് പേരായത്. ഇരിക്കുന്നവർക്ക് മനസ്സിലായല്ലോ? അറിയണ്ടല്ലോ. ഇത് ദൈവം 7-ാം ദിവസം അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചു. ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ കർത്താവ് വന്നത്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും സമുദ്രം നീങ്ങിപ്പോയാലും എന്റെ വചനത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു തുള്ളിയെങ്കിലും ആർക്കും മാറ്റാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ആ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപായി ഈ ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് മാതൃകയായി കാണിച്ചു. എന്ന് ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം, എല്ലാം യേശു ക്രിസ്തു നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ട് യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗരാജ്യത്തിൽ ഇന്നും ജീവനോടെ ഇരിക്കണം. ആ യേശു ക്രിസ്തു പറയാണ്, ഞാൻ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിലും വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഒരു ക്രിസ്ത്യാനിയുടെ ഏക പ്രത്യാശയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ്. ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടവരാണ്. യേശുക്രിസ്തു പറയാണ്, ഞാൻ വന്ന് പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശുക്രിസ്തു 2ാമത് വരുന്നത് നമ്മെ ചേർക്കാനാണ്. പക്ഷെ ഈ അവസ്ഥയിൽ കൂടെ യേശുവിന്റെ അടുക്കൽ നമുക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാരണം? അവിടെയാണ് കണ്ടീഷൻ. അപ്പോ ഇന്ന് എല്ലാവരും വിശ്വസിക്കുന്നത് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പോകാമെന്നാണ്. കണ്ടീഷനുണ്ട്, വ്യവസ്ഥയുണ്ട്, നിയമമുണ്ട്. ഇത് ലംഘിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ആ നിയമം യേശുക്രിസ്തു പറഞ്ഞത്, ആകാശം മാറിയാലും ഭൂമി മാറിയാലും സമുദ്രം നീങ്ങിപ്പോയാലും എന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും മാറിപ്പോയിട്ടില്ല എന്ന് യേശുക്രിസ്തു പറയുന്നു. എന്നാൽ മനുഷ്യരായ നമ്മൾ പറയുന്നു മാറി പോയി. എന്താ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ശബത്ത് ദിവസമാണ്, ആരാധനയ്ക്കുള്ള ദിവസമാണ്. ലോകം മുഴുവനും ഈ സമയത്ത് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ദിവസമാണ്. നാളെ ആരാധിക്കേണ്ട ദിവസമാണ്. ഇസ്രായേലിന്റെ ദൈവമേ മേഘത്തേരിൽ എന്ന് പാട്ട് നമ്മൾ എല്ലാ പള്ളിയിലും പാടുന്നതാണ്. ഇസ്രായേലിന്റെ ദൈവമേ മേഘത്തേരിൽ എന്ന് വരും. ആരുടെ ദൈവമാ? ഇസ്രായേലിന്റെ ദൈവമാ. ഇസ്രായേലിന്റെ ദൈവമേ മേഘത്തേരിൽ എന്ന് വരും. ഇസ്രായേലിന്റെ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ ഇസ്രായേൽ മക്കൾ ആരാധിക്കുന്നത് ശബത്ത് ദിവസത്തിലാണ്. ശരിയാണോ? കണ്ടുപിടിക്കണം, ഇസ്രായേലിനെ കണ്ടുപിടിക്കണം. ദൈവം അനുഗ്രഹിച്ചതായ അബ്രഹാമിന്റെ സന്ധ്യതയായ ഇസഹാക്ക് യാക്കോബിന്റെ സന്ധ്യതയായ
യാക്കോബിന്റെ മക്കളിൽ നിന്നാണ് പെറ്റി പെരിയ യഹൂദ ഇസ്രായേൽ മക്കളെ ദൈവം വളർത്തിയത്. അവരെ കണ്ടുപിടിക്കണം. അവരാണ് അവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം, മറ്റൊന്നില്ല. ഈ നമ്മളെ ദൈവം മക്കളെ, ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ വീണ്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ കേൾക്കാൻ പോകും. ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരിക്കൽ ഒരു പാസ്റ്റർ പ്രസംഗിക്കാൻ പോയി. ഒരു പാസ്റ്റർ, ഏത് സഭയിലുള്ള പാസ്റ്റർ അറിയും, പാസ്റ്റർ പ്രസംഗിക്കാൻ കയറി. പാസ്റ്ററിന്റെ സബ്ജക്ട് ഒരു കഥ പറയാൻ തുടങ്ങി. പാസ്റ്റർ പറഞ്ഞ ഒരു കഥ, ഒരു പട്ടി, നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് തേങ്ങ അരയ്ക്കുന്നവരാണ് അല്ലേ? തേങ്ങ അരയ്ക്കുന്നവർ. തേങ്ങ നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ട് നല്ല മധുരമാണ്. അപ്പൊ ഈ പട്ടിക്കറിയാം തേങ്ങ നല്ല രുചിയുള്ളതാണ്. നമ്മളെ വീട്ടിൽ കയറി പട്ടികൾ തേങ്ങയൊക്കെ എടുത്ത് പോകാറുണ്ട്, ഇല്ലയോ സർവ്വസാധാരണമായി? പോകാറുണ്ട്. എന്നാൽ ഈ പാസ്റ്റർ പ്രസംഗിച്ചത് ഒരു മുഴുവൻ തേങ്ങ ഇരിക്കുക, മുഴുവൻ തേങ്ങ. അപ്പൊ ഈ പട്ടി തേങ്ങ എടുത്തു. പട്ടിക്കറിയാം ഈ തേങ്ങയ്ക്കകത്ത് നല്ല മധുരവും ആരോഗ്യമുള്ളതായ സാധനം, ആഹാരം ഇതിനകത്ത് ഉണ്ടെന്ന് പട്ടിക്കറിയാം. പട്ടി ഈ മുഴുവൻ തേങ്ങയെ കൊണ്ട് നടക്കുക. പട്ടി പൊട്ടിക്കാൻ പറ്റില്ല, പൊട്ടിച്ചാലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. കൊണ്ട് നടക്കുകയാണ്. എല്ലാ മുക്കിലും മൂലയിലും പട്ടി കൊണ്ടു നടക്കുന്നു. പക്ഷെ പൊട്ടിച്ചാലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലല്ലേ ക്രിസ്ത്യാനിയുടെ നമ്മളും ബൈബിൾ കൊണ്ടു നടക്കും. പക്ഷെ അതിനകത്തുള്ള സത്യം എന്തെന്ന് തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിയുവാൻ ഇന്നലെ ഇന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ വചനം സംസാരിക്കുന്നത് പാസ്റ്റർ അജയ് കുമാർ, തിരുവനന്തപുരം. അദ്ദേഹം സെവന്ത് അഡ്വന്റിസ്റ്റ് സ്പൈസർ മെമ്മോറിയൽ കോളേജിലെ ബിരുദം കഴിഞ്ഞു. ഇന്ന് കാട്ടാക്കട നെടുമങ്ങാട് സർക്കിൾ സേവനം അനുഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്, കൊട്ടാരക്കരയാണ്. രണ്ടുപേരും ഒരേ സമയത്ത് സ്പൈസർ മെമ്മോറിയൽ കോളേജിൽ ബിരുദം കഴിഞ്ഞ് രണ്ടുപേരും ദൈവവേലയിൽ വളരെ പ്രാഗൽഭ്യത്തോടു കൂടി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 2 മക്കളെ ദൈവം നൽകി. കർത്താവ് എനിക്ക് കൂടുതലായി അവിടെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക. ഈ സമയത്ത് പാസ്റ്റർ അജയനെ സ്നേഹപൂർവ്വം ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നതിനെ ക്ഷണിച്ചുകൊള്ളു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു സന്ധ്യാസമയം ഈ ദേശത്ത് കടന്നു വരുവാനും ദൈവിക വചനങ്ങളെക്കുറിച്ച് ഈ ദേശത്തോട് അറിയിക്കുവാനും വലിയവനായ ദൈവത്തിന് ഒരു ഇഷ്ടം തോന്നി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഈ ദേശം കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു ദേശം, അതിൽ വസിക്കുന്നതായ പ്രിയപ്പെട്ടവർ നിഷ്കളങ്കരായ കുറച്ച് വ്യക്തിത്വങ്ങൾ. വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്, ദൈവത്തെ മുഖാമുഖം കാണും. അപ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നതായ കാലഘട്ടത്തിൽ, അഥവാ കർത്താവ് വരാൻ പോകുന്നതായ തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ ദേശത്തോട് യഥാർത്ഥ സത്യവചനങ്ങളെ ദൈവം അറിയിക്കാതെ പോയാൽ അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ഈ ദേശത്തോട് ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാനും, കർത്താവ് ഇന്ന് നിങ്ങളോട് അറിയിപ്പാനായി എന്നെ ഏൽപ്പിച്ചതായ വചനം അതല്പം പോലും മറച്ചു വെക്കാതെ അതുള്ളതുപോലെ നിങ്ങളെ അറിയിക്കാതെ ഞാൻ പോവുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ കുറ്റക്കാരൻ ആയതുകൊണ്ട് ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവർ വളരെ വ്യക്തമായും വചനങ്ങളെ ശ്രവിക്കുക. ബൈബിളിൽ എപ്രകാരമാണ് കാര്യങ്ങളെ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് വായിച്ച് കേട്ടു മനസ്സിലാക്കുക. ഈ ദേശം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 രാത്രികളിൽ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായ പാസ്റ്റർമാർ നിങ്ങൾക്ക് ആവശ്യമായ ദൂതുകളെ നൽകി.
ഈ ദേശം ഒരുക്കപ്പെടുവാനായി നിയോഗിക്കപ്പെട്ട പാസ്റ്റർമാര് ഈ ദേശത്ത് കടന്നു വരികയും അവരുടെ സ്വന്തം ഇഷ്ടത്താലല്ല, അത് ദൈവ നിയോഗത്താലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിന് നേതൃത്വം നൽകിയതായ സൗത്ത് കേരള സെക്ഷൻ മിനിസ്റ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നതായ പാസ്റ്റർ മഹേഷ് മണി, സൗത്ത് കേരള സെക്ഷന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഇതിനു വേണ്ട സാമ്പത്തികമെല്ലാം ക്രമീകരിക്കപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്. വലിയ ഒരു ദൗത്യമാണ് ദൈവം ഈ ദേശത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വേദപുസ്തകത്തില് എപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അല്പസമയം, 1 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. ഈ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ യേശുക്രിസ്തു പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. മത്തായി 24 അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. യേശുക്രിസ്തു പറഞ്ഞതായ വാക്ക്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെ? അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാമോ? ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേർ, അതായത് യേശുക്രിസ്തുവിന്റെ പേർ എടുത്ത് വന്ന് പലരെയും തെറ്റിക്കും, അല്ലെ? എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനേകം പേർ വന്ന് പലരെയും തെറ്റിക്കും എന്നാണ്. ആയതുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. തെറ്റിക്കാതെ നാം സൂക്ഷിക്കപ്പെടണമെങ്കിൽ വേദപുസ്തകത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് കൃത്യതയോടെ മനസ്സിലാക്കി അതനുസരിക്കുന്നുവെങ്കിൽ അവർക്ക് ദൈവത്തോടൊപ്പം നിത്യതയോളം വസിക്കാം എന്നാണ് കഴിഞ്ഞ രാത്രിയിലും നിങ്ങൾ കേട്ടത്. കർത്താവിന്റെ 2-ാം വരവിൽ വിശുദ്ധന്മാരായിരിക്കുന്നവരൊക്കെയും എന്ത് ചെയ്യും? കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാസം ചെയ്യും. ശേഷം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നിത്യതയോളം വസിക്കും എന്ന് കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾക്ക്. അപ്പൊ ഈ രാത്രിയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കുവാൻ പോകുന്നത്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വഞ്ചിക്കപ്പെട്ടുവോ, അതോ യഥാർത്ഥമായ ആകാശവും ഭൂമിയും നീരുറവയും ഉണ്ടാക്കിയ ദൈവത്തെ ആണോ നമസ്കരിക്കുന്നത്, അഥവാ ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ മറ്റേതെങ്കിലും ആരാധനയിലേക്ക് കടന്നുപോയി വഞ്ചിക്കപ്പെട്ടുവോ? അങ്ങനെയാണെങ്കിൽ ആരാണ് നമ്മെ വഞ്ചിച്ചത്? എങ്ങനെയാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോയത്? അങ്ങനെ വഞ്ചിക്കപ്പെട്ടാൽ തിരിച്ചു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യും. വളരെ ദയനീയമായ അവസ്ഥയിൽ, എന്റെ ജനമായുള്ളവരെ അവളെ വിട്ടു പോരും. വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, എന്റെ ജനമായുള്ളവരെ അവളെ വിട്ടുപോരും. അപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, നമ്മൾ വഞ്ചിക്കപ്പെട്ടുവോ ഇല്ലയോ എന്ന്. വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ, അതായത് ഭൂമിയുടെ പരപ്പിൽ വസിക്കുന്നതായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു എന്നാണ്. ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യരോടുമാണ്. അപ്പോൾ നാം ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ വസിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ഏത് ജാതിയും ഭാഷയും വംശവും ആയവരായിരുന്നാലും നമ്മളോട് അറിയിപ്പാനാണ് കർത്താവ് ഒരു ദൂത് നൽകിയിരിക്കുന്നത്. അതെന്താണ്? നിത്യ സുവിശേഷം എന്ന. ആ സുവിശേഷത്തിന് മാറ്റമില്ല. അത് നിത്യമായ ഒരു സുവാർത്തയാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവാർത്ത അഥവാ സന്തോഷമുള്ള ഒരു വാർത്ത. എന്താണ് സന്തോഷമുള്ള വാർത്ത എന്ന് 7-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ,
അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അടുത്ത് പറയുന്നത് എന്താണ്? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കും. 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. ഒന്ന്, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. ഏത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം? അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ള കാരണം അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? കാരണം 1-ാം നൂറ്റാണ്ടിൽ AD 95 കാലഘട്ടത്തിൽ യോഹന്നാൻ എഴുതുന്നതാണ്. പക്ഷെ ന്യായവിധി അവസാനിക്കാറായി, യേശുക്രിസ്തുവിന്റെ വരവ് സമീപിക്കാറായി. ഇനിയും നമുക്ക് അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല. കാരണം എന്താണ്? 1844 ഒക്ടോബർ 22-ാം തീയതി അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ന്യായവിധി ആരംഭിച്ചതായിട്ട് വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും. ദാനിയേലിന്റെ പുസ്തകം വായിക്കേണ്ട. ദാനിയേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളിലൂടെ അത് വ്യക്തമാക്കും. കാരണം ആ സബ്ജക്റ്റിലേക്കല്ല ഞാൻ പോകുന്നത്. അപ്പൊ വേദപുസ്തകം വളരെ കൃത്യതയോടെ പറയുന്നത് ആ ന്യായവിധി അവസാനിക്കാൻ പോവുകയാണ്. ആ ന്യായവിധി അവസാനിച്ചാൽ കൃപയുടെ കാലം അവസാനിക്കുകയും ഒരു മനുഷ്യന് പിന്നെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അതുകൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കണം. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തെ അല്ല നമ്മൾ നമസ്കരിക്കേണ്ടത്. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കണം. ആകാശവും ഭൂമിയും നീരുറവയും ഉണ്ടാക്കിയ ദൈവം ആരാണ്? എങ്ങനെ നമ്മൾ തിരിച്ചറിയും? നമ്മൾ നോക്കാം. വേദപുസ്തകത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ സഭാപ്രസംഗിയുടെ പുസ്തകം അതിന്റെ 12-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. സംശയമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. വേദപുസ്തകം വായിച്ചു നോക്കാം. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. എല്ലാത്തിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഇത് യഹൂദൻ മാത്രം അനുസരിക്കണമെന്നല്ല, സകല മനുഷ്യനും ദൈവത്തിന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും അനുസരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുക. അപ്പോഴും സുവാർത്ത അല്ലെങ്കിൽ എന്താണ് ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്? ന്യായവിധി എന്ന് പറയുന്നത് എങ്ങനെയാണ് എനിക്കൊരു സന്തോഷ വാർത്തയായി തീരുന്നത്? ഒരു സുവാർത്ത എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയാണ് ഒരു സന്തോഷ വാർത്തയായി തീരുന്നത്? ന്യായവിധി. അപ്പൊ അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അതുകൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ. അപ്പൊ ന്യായവിധി എനിക്ക് എങ്ങനെയാണ് ഒരു സന്തോഷ വാർത്തയായി തീരുന്നത്? റോമർക്ക് എഴുതിയ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അല്ലേ? അപ്പോ ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകല മനുഷ്യനും പാപം ചെയ്തു. പാപത്തിന്റെ ശമ്പളം മരണം. അപ്പോ എല്ലാവരും നിത്യമരണത്തിലേക്ക് പോകുവാനായി വിധിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ ഒരവസരത്തെ കൂടെ നമുക്ക് നൽകുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഏത് ദൈവത്തെ ഭയപ്പെടണം? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ. ഒരവസരം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ അപ്രകാരം ചെയ്തുവോ ഇല്ലയോ എന്ന് നിങ്ങളെ പരിശോധിച്ച് നോക്കുന്നതാണ് 1-ാമത്തെ ന്യായവിധി.
ആ ന്യായവിധിയിൽ നിങ്ങളുടെ പാപങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞു ക്ഷമിച്ച് ഒരു പുതിയ ഒരു ക്രിസ്ത്യാനിത്വത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിൻപറ്റുന്നതായ ഒരു വ്യക്തിയായി നിങ്ങൾ മാറിയെങ്കിൽ, ഒരു പുതിയ മനുഷ്യനായി മാറിയെങ്കിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. അതുകൊണ്ട് ന്യായവിധി എന്ന് പറയുന്നത് എനിക്കൊരു സന്തോഷ വാർത്തയാണ്. എന്താ കാരണം? ഞാൻ നിത്യമരണത്തിന് വിധിക്കപ്പെട്ട എന്നെ വീണ്ടും ഒരവസരത്തെ കൂടെ നൽകി ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവയും ഉണ്ടാക്കിയ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ നിയമങ്ങളെയും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ഞാൻ ജീവിച്ചാൽ, പാപരഹിതനായി എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാപങ്ങളെ ദിനം പ്രതി ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചാൽ, കർത്താവിന്റെ രണ്ടാം വരവിൽ എനിക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ആയതുകൊണ്ട് ന്യായവിധി എന്ന് പറയുന്നത് എനിക്കൊരു സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ഇവിടെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കും? ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? അപ്പൊ പ്രത്യാശയുടെ വചനം വേദപുസ്തകം നൽകുന്നത് എന്താണ്? പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തി 23-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. പുനരുദ്ധാനമില്ല പുനരുത്ഥാനം ഇല്ല എന്ന് ദൂതനും ആത്മാവും ഇല്ല എന്ന് ദൂതന്മാരും ആത്മാവും ഇല്ല എന്നും സദൂക്യർ പറയുന്നു. മതി. അപ്പൊ എന്താ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് വീണ്ടും ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എന്ന് സദൂക്യറും ചിലർ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് പരിശോധിച്ച് നോക്കുക. യേശു അവളോട്, നോക്കുക, യേശു മാർത്തയോട് പറയുന്നതായ കാര്യമാണ്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആരാണ് യേശുക്രിസ്തു? യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആരാണ് യേശുക്രിസ്തു? എന്താണ് ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭൂമിയുടെ പരപ്പിൽ അനേകം ചക്രവർത്തിമാര്, ഭരണകർത്താക്കൾ, രാജാക്കന്മാർ, ഹിറ്റ്ലറിനെ പോലെ ലോകത്തെ കിടുകിടെ വിറപ്പിച്ചതായ അനേകം ഭരണതന്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. ആർക്കും പറയുവാൻ കഴിയാത്തതായ ഒരു വാക്യമാണ് സാധാരണക്കാരനായ ഗലീലക്കാരനായ ഒരു സാധാരണ ഭവനത്തിൽ ജനിച്ചു വളർന്നതായ യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആരാണ് യേശുക്രിസ്തു? ഫിലിപ്പിയർക്ക് എഴുതിയ പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അവൻ ദൈവരൂപത്തിലിരിക്കെ, നോക്കുക, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ എന്ന അനുസരണമുള്ളവരായി. അപ്പൊ യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം, 10-ാമത്തെ വാക്യം, അതിന്റെ 14-ാമത്തെ വാക്യം.
ഇത്രയും ചേർത്ത് വായിക്കുമ്പോൾ യേശു ക്രിസ്തു ആരാകുന്നു എന്ന് നമുക്ക് കൃത്യതയോടെ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും. ആദിയിൽ വചനമുണ്ടായിരുന്നു, നോക്കുക, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം എന്ന് പറയുന്നത് ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം നോക്കുക, സകലതും ആ വചനം അല്ലെങ്കിൽ അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 10-ാം വാക്യം, 10-ാമത്തെ വാക്യം, അവൻ ലോകത്തിലുണ്ടായിരുന്നു, അവൻ ലോകത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകമെന്ന മനുഷ്യരോടുകൂടെ ആയിരുന്നു. ലോകമെന്ന് പറഞ്ഞാൽ മനുഷ്യരെന്നാണ്. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകം അതായത് മനുഷ്യൻ അവൻ മുഖാന്തരം ഉളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല, ലോകമോ അവനെ അറിഞ്ഞില്ല. മനുഷ്യരാരും, അവൻ സൃഷ്ടികർത്താവാണ്, അവൻ ദൈവമാണ്, സകലത്തെയും സൃഷ്ടിച്ചതാണ് എന്ന് ആരും യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോയി. 14-ാമത്തെ വാക്യം, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ. അപ്പൊ ആകാശവും ഭൂമിയും സമുദ്രവും ഈ മനുഷ്യരെ മുഴുവനും ഉണ്ടാക്കിയതാരാണ്? കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു സൃഷ്ടികർത്താവാണ്. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്. ചോദ്യം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതായ ദൈവം, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതായ ദൈവം എന്തുകൊണ്ട് ഒരു പൂർണ്ണ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു? അറിയണ്ടേ? ഇന്നും നിരീശ്വരവാദികളായ ചില വ്യക്തിത്വങ്ങൾ പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവമെന്ന് പറയുവാൻ കഴിയുന്നത്? നമ്മളെ ഇടയിൽ പാർത്തതായ ഒരു മനുഷ്യൻ, യേശുക്രിസ്തു എന്ന് പറയുന്നതായ ഒരു വ്യക്തി, എങ്ങനെ ആ വ്യക്തിയെ നമുക്ക് ദൈവമായി കണക്കാക്കുവാൻ തക്കവണ്ണം? ആയതുകൊണ്ട് വേദപുസ്തകം യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തു പറയുന്നു? യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്, സകലത്തെയും സൃഷ്ടിച്ചതായ ദൈവമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു എന്തുകൊണ്ട് പൂർണ്ണ മനുഷ്യനാണ്? എബ്രായർക്ക് എഴുതിയ പുസ്തകം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, മക്കൾ ജഡരക്തങ്ങളോട്, ആ മക്കൾ എന്ന് പറയുന്ന നമ്മൾ ഓരോ വ്യക്തികളും ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ, ആ യേശുക്രിസ്തുവും അവരെ പോലെ, നമ്മളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി, ജഡരക്തങ്ങളോട് കൂടിയവരായി, മരണത്തിന്റെ അധികാരിയായ മരണം കൊണ്ടുവന്നതായ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്നാണ്. തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു വന്നു. അപ്പൊ യേശുക്രിസ്തു എന്തുകൊണ്ട് പൂർണ്ണ മനുഷ്യനായി എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ സൃഷ്ടികളാകുന്ന മനുഷ്യരായ നമ്മളെല്ലാവരും നിത്യമരണത്തിന് വിധിക്കപ്പെട്ടവർ ആയതുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. ഒരു പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണമെങ്കിൽ പാപിയായ എന്റെ സ്വരൂപത്തിൽ എനിക്ക് തുല്യനായി പാപരഹിതനായി ജീവിച്ചു മരിച്ചുയർത്തെഴുന്നേൽക്കണം. 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. എബ്രായർ 2:17 മൈക്കിൽ കൂടെ ഒന്ന് വായിച്ച്. ഇല്ല, അതുകൊണ്ട് എബ്രായർ 2-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അതുകൊണ്ട് നോക്കുക, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ യേശുക്രിസ്തു കരുണ ഉള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അപ്പൊ യേശുക്രിസ്തു എന്തുകൊണ്ട് ഒരു പൂർണ്ണ മനുഷ്യനായി തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണ ദൈവം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതിന്
അവൻ നമുക്ക് തുല്യനായി ഭൂമിയിൽ ജീവിക്കേണ്ടിയിരുന്നു. വെറുതെ ജീവിച്ചാ പോരാ, എങ്ങനെയായിരിക്കണം? അവനിൽ പാപം പാടില്ല എന്നാണ് 1 യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. 1 യോഹന്നാൻ പാപങ്ങൾ നീക്കുവാൻ നോക്കുക, പാപങ്ങളെ, നമ്മളിൽ നിന്നും പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി യേശുക്രിസ്തു പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവനിൽ പാപമില്ല. അവനിൽ പാപം. അപ്പൊ യേശുക്രിസ്തുവിൽ പാപമില്ലാത്തത് കൊണ്ട് പാപിയായ ഒരു മനുഷ്യൻ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ യേശുക്രിസ്തുവിൽ കൂടെ പാപമോചനമുണ്ട്. അതുകൊണ്ടാണ് മാർത്തയോട് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? മരിച്ചാലും ജീവിക്കും. അപ്പൊ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ പാപത്തിൽ വീണ് നിത്യ മരണത്തിന് യോഗ്യരായതുകൊണ്ട് നമ്മളിലൂടെ നമ്മുടെ പാപങ്ങളെ പാപമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഏറ്റെടുക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യൻ. പ്രിയമുള്ളവരെ, നമുക്കറിയാം കൽപ്പനയുടെ ലംഘനമാണ് പാപം, അല്ലെ? കൽപ്പനയുടെ ലംഘനമാണ് പാപം. സംശയമാണെങ്കിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. 1 യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത്, സിൻ ഈസ് ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ. കൽപ്പനയുടെ ലംഘനമാണ് പാപം. അത് നമുക്ക് അറിയാം. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദാമിനോടും ഹവയോടും പറഞ്ഞു, ഈ പഴം നീ എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത്. ഇത് ഒരു കൽപ്പനയാണ്, ഇത് നീ ഭക്ഷിക്കരുത്. അത് ലംഘിച്ചപ്പോൾ അവർ പാപം ചെയ്തു എന്ന് വേദപുസ്തകം. അപ്പൊ കൽപ്പനയുടെ ലംഘനമാണ് പാപം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. കൽപ്പന വളരെ കൃത്യതയോടെ വേദപുസ്തകം, പുറപ്പാട് പുസ്തകം അതിന്റെ 20-ാമത്തെ അധ്യായം 2 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതി നൽകിയതായ 10 കൽപ്പനകളെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കും. അവിടെ വേദപുസ്തകം വളരെ കൃത്യതയോടെ പറയുന്നത്, 1-ാമത്തെ നിയമം എന്താണ്? ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. 2-ാമത്തെ കൽപ്പന, സ്വർഗത്തിലുള്ളതോ, സ്വർഗത്തിൽ ആരൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൂതന്മാർ, അല്ലേ? അപ്പോൾ സ്വർഗത്തിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴെ വെള്ളത്തിന് കീഴിലുള്ള ഏതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യരുത്. 3-ാമത്തെ കൽപ്പന, ദൈവത്തിന്റെ നാമം വൃഥാവെടുക്കരുത്. 4, ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും തികക്ക. 7-ാമത്തെ ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്ത് ആകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും നിന്റെ പുത്രിയും നിന്റെ കാളയും കഴുതയും നിന്റെ പടിവാതിൽക്കുള്ള പരദേശിയും ഏതൊരു ജോലിയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാമത്തെ ദിവസം സ്വസ്ഥനായിരുന്നു. 5-ാമത്തെ കൽപ്പന, നീ വസിക്കുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും എന്ത് ചെയ്യണം? ബഹുമാനിക്കുക. 6, കുല ചെയ്യരുത്. 7, വ്യഭിചാരം ചെയ്യരുത്. 8, മോഷ്ടിക്കരുത്. 9, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. 10, കൂട്ടുകാരന്റെ ഭാര്യയെയോ കൂട്ടുകാരന്റെ ഭവനത്തെയോ അവന്റെ കാളയെയോ കഴുതയെയോ അവനുള്ളത് ഏതൊന്നിനെയും എന്ത് ചെയ്യരുത്? മോഹിക്കരുത്. ഇതാണ് ദൈവത്തിന്റെ കൽപ്പന.
ഈ കൽപ്പനയിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ഹൃദയം കൊണ്ട് ലംഘിച്ചു പോയാൽ അത് പാപമായിട്ട് ദൈവം കണക്കിടും. നോക്കുക, യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി 33.5 വർഷക്കാലം പാപരഹിതനായി ജീവിച്ചതാണ് ഏറ്റവും വലിയ ത്യാഗമെന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിന്. പാപരഹിതനായി നമുക്ക് തുല്യനായി യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണം കൊണ്ട്, പാപരഹിതമായ തന്റെ മരണം കൊണ്ട് അവനെ ഇല്ലായ്മ, അവന്റെ തത്വത്തെ ഇല്ലായ്മ ചെയ്തു. വേദപുസ്തകത്തിലൂടെ വളരെ കൃത്യതയോടെ പറയുന്നത്, ഈ കൽപ്പനകളൊക്കെ യഹൂദന് കൊടുത്തതാണ്. ഈ കൽപ്പനകളൊക്കെ ആർക്ക് കൊടുത്തതാണ്? യഹൂദൻ. ശബത് എപ്പോഴാണ്, ആരിലൂടെയാണ് വന്നതെന്നറിയാമോ? ഇന്നു മുതൽ ഇസ്രായേൽ എപ്പോഴാണ് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്നൊരു നാമം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ യാക്കോബിലൂടെ. ഇന്നു മുതൽ നീ മനുഷ്യനോടും ദൈവത്തോടും മല്ലുപിടിച്ച് ജയിച്ചിരിക്ക കൊണ്ട് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് അറിയപ്പെടും. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബിൽ കൂടെയാണ് 12 ഗോത്രങ്ങൾ എന്ന ഇസ്രായേൽ കടന്നു വരുന്നത്. എന്നാൽ ശബത് സൃഷ്ടിപ്പിന്റെ അടയാളമാണ്. ശബത് എപ്പോഴാണ്? സൃഷ്ടിപ്പിന്റെ അടയാളമാണ്. വേദപുസ്തകത്തിലൂടെ നമ്മൾ വളരെ കൃത്യതയോടെ ശബത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 2ഉം 3ഉം വാക്യങ്ങൾ വായിച്ചു നോക്ക്. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം, പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നോക്കുക, 7-ാമത്തെ ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് 7-ാം ദിവസം നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അപ്പോൾ 7-ാം ദിവസത്തിന് ദൈവം ഒരു പേര് നൽകി, ശബത്ത്, സ്വസ്ഥത. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. ആ ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണ്? അത് ആരാധനയ്ക്കുള്ള ഒരു ദിവസമാണ്. വേദപുസ്തക അടിസ്ഥാനത്തിൽ അത് ആരാധനയ്ക്കുള്ള ഒരു ദിവസമാണ്. യഹൂദൻ വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ യഹൂദൻ ഇസ്രായേൽ ജനമെന്ന പേര് വരുന്നതിന് മുമ്പ് സകല സൃഷ്ടിയും തീർത്ത ശേഷം സൃഷ്ടിപ്പിന്റെ അടയാളമാക്കി വെച്ചിരിക്കുന്നു. ഈ അടയാളം നമ്മുടെ കൈമേലും നെറ്റിമേലും മുദ്രയായി സ്വീകരിച്ചു കൊള്ളണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായും കെട്ടുകയും അവ നിങ്ങളെ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. ഇതേ വാക്യം 3 സ്ഥലത്തുണ്ട്. ഇത് ദൈവത്തിന്റെ മുദ്രയാണ്. ശബത്ത് ദിവസത്തിൽ നിങ്ങൾ വേറെ ഒരു ജോലിയും ചെയ്യരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അന്ന് നിങ്ങളുടെ കൈ വിശ്രമിക്കണം. അത് അടയാളമായി നിങ്ങളുടെ കൈമേൽ കെട്ടണം. നിങ്ങളുടെ മനസ്സിൽ ജ്ഞാപകമുണ്ടായിരിക്കണം, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ശബത്ത് ദിവസത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം. ആ ദിവസത്തിൽ നമ്മുടെ ജോലി ഒന്നും ചെയ്ത് ആ ദിവസത്തെ അശുദ്ധമാക്കരുത്. ഇത് നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കണം. നെറ്റിമേൽ അത് അടയാളമായിരിക്കണം.
വേറൊരു മുദ്ര വരുന്നുണ്ട്, അതും ഇതേ സ്ഥലത്താണ്. നമ്മളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ട്, മൃഗത്തിന്റെ മുദ്ര ലോക നേതാക്കന്മാരോ മറ്റാരെങ്കിലും കൊണ്ട് കയ്യിൽ മേൽ ഒരു അരിയുടെ വലിപ്പത്തിലുള്ള ഒരു ചിപ്പ് കടത്തി വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗത്ത് കുത്തുന്നതായിരിക്കാം. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം മൂന്നാമത് വേറൊരു ദൂതൻ നോക്കാം. മൂന്നാമത് വേറൊരു ദൂതൻ പിൻചെന്ന് പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞതെന്തെന്നാൽ, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. എങ്ങനെയാണ് ആ മുദ്ര സ്വീകരിക്കുന്നത്? നമസ്കരിച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കൈമേലും നെറ്റിമേലും നമ്മൾ എന്ത് ചെയ്യുന്നു? മുദ്ര സ്വീകരിക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 2 ആരാധനയുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എത്ര ആരാധനയുണ്ട്? 2 ആരാധനയുണ്ട്. ഒന്ന്, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയതായ ഒരു യേശുക്രിസ്തു, പൗലോസ് പ്രസംഗിച്ചതായ യേശുക്രിസ്തു, അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതായ ഒരു യേശുക്രിസ്തു, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതായി, പാപരഹിതനായി ജീവിച്ചു മരിച്ചതായ ഒരു യേശുക്രിസ്തു. പിന്നെ വേറെ ഒരു യേശുക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞത് ആരാ? ഞാൻ പറയുന്നില്ല, വേദപുസ്തകം പഠിപ്പിക്കുന്നു. പൗലോസ് നമ്മളോട് പറയുന്നു. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 11:4. ഒരുത്തൻ വന്ന് നോക്കുക, ഒരുത്തൻ വന്ന്. പൗലോസ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയും നിങ്ങൾക്ക് ലഭിക്കാത്ത വേറെ ഒരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറെ ഒരു സുവിശേഷമെങ്കിലും കൈക്കൊള്ളുമ്പോൾ ലഭിക്കുകയോ ചെയ്യുമ്പോൾ പൊറുക്കുന്നത് ആശ്ചര്യം. പൗലോസ് വളരെ കൃത്യതയോടെ പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരുന്നതായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു, യേശുക്രിസ്തുവിന്റെ കൽപ്പനകളെ കുറിച്ച് പറഞ്ഞു, യേശുക്രിസ്തു ചെയ്ത ത്യാഗങ്ങളെ കുറിച്ച് പറഞ്ഞു, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചു. അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ കൃത്യതയോടെ വരുന്നു. വേണമെങ്കിൽ വാക്യം പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 19:5 വായിച്ചു. ഇത് കേട്ടാറ് അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പൊ പൗലോസ് പ്രസംഗിച്ചതായ ഒരു യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ വേറൊരുവൻ വന്ന് പൗലോസ് പ്രസംഗിക്കാത്ത വേറെ ഒരു യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന വേറൊരു സുവിശേഷം. അത് എളുപ്പമാണ്, കൽപ്പനയില്ല. അല്ലെ? കൽപ്പനയെല്ലാം മാറിപ്പോയി. യേശു എന്ന് വിളിച്ചാൽ സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് പോകാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു സുവിശേഷം. നമ്മൾ കൈക്കൊള്ളാത്തതായ വേറൊരു ആത്മാവ്. അതേതാത്മാവാ? പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ വേറെ ഒരു ആത്മാവ്. ഏതാത്മാവാ? ആ അശുദ്ധാത്മാവെന്ന് പലരും പറയുന്നു. പക്ഷെ വേദപുസ്തകത്തിൽ അതിനുള്ള തെളിവ് വേണമെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിച്ച്. മഹാസർപ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മളിപ്പോ അങ്ങോട്ട് ചിന്തിക്കാൻ പോവുക. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും, മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അവരെന്താ ചെയ്തത്? 14-ാമത്തെ വാക്യം. ഇവർ സർവഭൂതലത്തിലും ഉള്ള
രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ എന്ന്. അപ്പം വേറെ ഏത് ആത്മാവാ വന്നത്? ഭൂതാത്മ. അപ്പൊ വേദപുസ്തകത്തിലൂടെ വളരെ കൃത്യതയോടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തില് 2 ആരാധനയുണ്ട്. നമ്മൾ നോക്കാം, വെളിപ്പാട് ദാനിയേലിന്റെ പുസ്തകം കൽപ്പന ഇല്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു എളുപ്പ വഴിയിലുള്ള സുവിശേഷം കടന്നു വന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൽപ്പന യഹൂദന് കൊടുത്തതാണ്, ന്യായപ്രമാണം യഹൂദന് കൊടുത്തതാണ്, അത് കുരിശിൽ തറച്ചു നീക്കപ്പെട്ടു. അല്ലെ? കൊലോസ്യർ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ വളരെ കൃത്യതയോടെ പറയുന്നു, കുരിശിൽ തറച്ചു നീക്കപ്പെട്ടു. ഞാനും അത് അംഗീകരിക്കുന്നുണ്ട്. അതെന്താണ്? കുരിശിൽ തറച്ചു നീക്കപ്പെട്ടു. പക്ഷെ നീക്കപ്പെട്ട ന്യായപ്രമാണം ഏതാണ്? ന്യായപ്രമാണം എത്ര വിധമുണ്ട്? ഏതൊക്കെ നീങ്ങിപ്പോയി, ഏതൊക്കെ സുസ്ഥിരമായി നിലനിൽക്കുന്നു? ദാനിയേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വളരെ ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 ന്യായപ്രമാണത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. നോക്കുക, ഇസ്രായേലൊക്കെയും നിന്റെ യേശുക്രിസ്തുവിന്റെ അഥവാ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കയാൽ ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കും. പാപം ചെയ്യുന്നത് ഒരു കൽപ്പനയുടെ അല്ലെങ്കിൽ ഒരു ന്യായപ്രമാണത്തിലെ നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കും. അല്ലെ? ഇങ്ങനെ നാം നിന്നോട് പാപം ചെയ്തിരിക്കയാൽ മോശയുടെ ന്യായപ്രമാണത്തിലെ അഥവാ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിലെ ആണയും ശാപവും നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം വിരൽ കൊണ്ട് മനുഷ്യനെ അനുസരിക്കുവാനായി എഴുതി നൽകിയതായ 10 കൽപ്പന. ഈ 10 കൽപ്പനയിലെ ഏതെങ്കിലും ഒരു കൽപ്പന ലംഘിച്ചു പോയാൽ നമ്മൾ ദൈവത്തോട് പാപം ചെയ്തു. പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. എന്നാൽ ആ മരണത്തെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ സൂചിപ്പിച്ചുകൊണ്ട് അതിന് പരിഹാരമായിട്ടുള്ള അതിനെ ഒരു മോശയ്ക്ക് ഒരു പ്രമാണം ദൈവം പറഞ്ഞു കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ശിക്ഷ വിധിക്കുള്ള ന്യായപ്രമാണം. അത് ആചാരപരമായ ന്യായപ്രമാണം. 10 കൽപ്പനയിലെ നിയമത്തെ ലംഘിച്ചാൽ അവൻ എന്ത് ശിക്ഷ കൊടുക്കണമെന്നുള്ള മോശയിക ന്യായപ്രമാണം. അതുകൊണ്ടാണ് 10 കൽപ്പനയിലെ 7-ാമത്തെ കൽപ്പനയായ വ്യഭിചാരം ചെയ്യരുത് എന്ന നിയമം ലംഘിച്ചപ്പോൾ ജനമെല്ലാം ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്ന് യേശുക്രിസ്തുവിന്റെ മുന്നിൽ നിർത്തിയിട്ട് ഇവൾ വ്യഭിചാരം ചെയ്തിരിക്കുന്നു, ആയതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവളെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ആദ്യം കല്ലെറിയട്ടെ. അപ്പോഴവിടെ 2 ന്യായപ്രമാണത്തെ കാണുന്നു. ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ നിന്റെ ന്യായപ്രമാണം ലംഘിച്ച് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ആയതുകൊണ്ട് ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളെ ശിക്ഷിക്കുവാനായിട്ടുള്ള ശിക്ഷാവിധിക്കുള്ള ന്യായപ്രമാണം 2 ന്യായപ്രമാണം നമ്മൾ കണ്ടു. ഇനി ഒരു ന്യായപ്രമാണം കൂടെയുണ്ട്. എബ്രായർക്ക് എഴുതിയ പുസ്തകം 10-ാമത്തെ അധ്യായം അതിന്റെ 4, 8, 9 വാക്യങ്ങൾ. സമയപരിധി കൊണ്ടാണ്. കാളകളുടെയും നോക്കുക, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല.
പിന്നെ എന്തിനാ ഇസ്രായേൽ മക്കള് മുഴുവനും പാപത്തിന് പ്രായശ്ചിത്തമായി ഊനമില്ലാത്ത ആടിനെയും കാളകളെയും ഇങ്ങനെ അറുത്തതിന്റെ കാരണം എന്താണ്? അവർ യേശു ക്രിസ്തുവിനെ അഥവാ രക്ഷകനായി മരിക്കാൻ വരുന്ന ക്രിസ്തുവിനെ മുൻകണ്ടിട്ട് അവരെന്ത് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന്റെ അടയാളമാണ് ഊനമില്ലാത്ത ആടിനെ അറുത്ത്. അത് പഴയ നിയമമാണ്. അതിന്റെ 4 കഴിഞ്ഞു 8, 9 കൂടെ ഒന്ന് വായിച്ചേ. ന്യായപ്രമാണ പ്രകാരം നോക്കുക, ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും സർവാംഗ ഹോമയാഗങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിന് സ്ഥാപിക്കും. നോക്കുക, വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കുവാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ഒന്നാമത്തേത് ഏതാണ്? ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന യാഗ കർമാദികളെ കുരിശിൽ തറച്ചു നീക്കി ക്രിസ്തുവിന്റെ കുരിശിലെ മരണമെന്ന രണ്ടാമത്തെ മരണത്തെ സ്ഥാപിക്കുവാൻ, ആ നിയമത്തെ സ്ഥാപിക്കുവാൻ മൃഗയാഗ കർമാദികളൊക്കെ എന്ത് ചെയ്തു? നീക്കി. യേശു ക്രിസ്തുവിന്റെ കുരിശിലെ മരണത്തോടുകൂടെ എല്ലാ യാഗ കർമാദികളും എന്ത് ചെയ്തു? നീങ്ങിപ്പോ. ഇതിനെ യാഗ കർമാദികളെ പറയുന്നത് ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗ കർമാദി. ഇപ്പൊ കുരിശിൽ തറച്ചു നീക്കിയത് ഏത് ന്യായപ്രമാണമാണ്? കർമാചാരമായ യാഗ കർമാദികളാകുന്ന ന്യായപ്രമാണത്തെ. എന്നാൽ ദൈവത്തിന്റെ വിരൽ കൊണ്ടെഴുതിയ 10 കൽപ്പനയ്ക്ക് മാറ്റമുണ്ടോ? മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ നോക്കുക. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നു എന്ന് നിങ്ങൾ ആരും നിരൂപിക്കരുത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ എന്റെ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും എന്ത് ചെയ്യത്തില്ല, ഒഴിഞ്ഞു പോകും. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് സംഭവിക്കുന്നത് വരെയും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെയും ന്യായപ്രമാണത്തിലെ 10 കൽപ്പനയിലെ ഒരു കൽപ്പനയും നീങ്ങിപ്പോവുകയില്ല. പിന്നെ എവിടെന്നാ വേറൊരു ആരാധന ദിവസങ്ങളുമൊക്കെ വന്നത്? നോക്കുക, ഒന്നുകൂടെ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിച്ച. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ആരാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 12-9. ഭൂതലത്തെ മുഴുവൻ നോക്കുക, ഈ ഭൂമിയിലെ സകല മനുഷ്യരെ ചേർത്താണ് പറയുന്നത്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അതിന്റെ 12-ാമത്തെ വാക്യം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ സന്തോഷിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അറിഞ്ഞ് മഹാക്രോധത്തോടെ ദേഷ്യത്തോടെ നിങ്ങളുടെ അടുക്കൽ നമ്മുടെ ഓരോ വ്യക്തികളുടെയും അടുക്കൽ അവൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഏത് വിധേനയും തെറ്റിക്കുക, ഏതെങ്കിലും ഒരു കൽപ്പനയെങ്കിലും തെറ്റിച്ച് നിത്യ മരണത്തിന് യോഗ്യനാക്കി തീർക്കുക. അവൻ അല്പകാലമേ ഉള്ളൂ എന്ന് പറയും. ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ ദിനം പ്രതി പാപം ഏറ്റുപറഞ്ഞ് ജീവിക്കേണ്ടതായ ഒരു കാലഘട്ടം, കർത്താവിന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നതായ ഒരു കാലഘട്ടം. വീണ്ടും ഒരു സംശയം നമ്മുടെ
യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. ഉയർപ്പിൻ ദിവസമായി നമ്മൾ ആരാധിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ലേ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം. നമുക്ക് സംശയമാണെങ്കിൽ നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ശബത് കഴിഞ്ഞ് നോക്കുക. ശബത് എന്ന് പറയുന്നത് 7-ാം ദിവസമാണെന്ന് നമ്മൾ അറിഞ്ഞു. ശബത് കഴിഞ്ഞു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. അപ്പൊ എപ്പോഴാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. അപ്പോൾ 1-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഉയർപ്പിൻ ദിവസമായി നമ്മൾ ആരാധിക്കുന്നു. അതിനൊരു പേരും ഇട്ടിട്ടുണ്ട്. എന്താണ് അതിനൊരു പേരിട്ടത്? പുതിയ നിയമപ്രകാരം, പുതിയ നിയമം അനുസരിച്ച് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. എന്താണ് പുതിയ നിയമം? ഒരു നിയമം പുതിയതായിട്ട് വരണമെങ്കിൽ പഴയ നിയമം എക്സ്പയർ ആകണം, അല്ലെ? കാലാവധി പൂർത്തിയാകണം. അല്ലെങ്കിൽ അതിന്റെ നിയമ സാധ്യതകൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകണമെങ്കിലാണ് അതിനെ കൂടെ ചേർത്തിട്ട് ഒരു പുതിയ നിയമം ഉണ്ടാക്കുന്നത്. എന്താണ് പുതിയ നിയമം എന്നറിയാമോ വേദപുസ്തകത്തിൽ? ആ പുതിയ നിയമം അറിഞ്ഞാലേ നമുക്ക് പഴയ നിയമം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 25ഉം 26ഉം വളരെ ശ്രദ്ധയോടെ വായിക്കണം. അതാണ് പുതിയ നിയമം. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത് യേശുക്രിസ്തു പാനപാത്രം എടുത്ത് ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. എന്ത് ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ചെയ്യേണ്ടത്? വായിക്കുക തുടർന്ന്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് രണ്ടാമത് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ക്രിസ്തു മരിച്ചു എന്നതിന്റെ അടയാളമാണ് കർത്തൃമേശം. അതാണ് പുതിയ നിയമം. അങ്ങനെയെങ്കിൽ കർത്താവ് മരിക്കുമെന്ന വാഗ്ദത്തത്തിൽ കർത്താവിനെ സൂചിപ്പിക്കുന്ന യാഗ കർമാദികളൊക്കെയും എന്താണ്? പഴയ നിയമമാണ്. അത് ക്രിസ്തുവിന്റെ കുരിശിലെ മരണത്തോളം എന്ത് ചെയ്തു? നീങ്ങിപ്പോയി. പുതിയ നിയമം എന്താണ്? ക്രിസ്തുവിന്റെ 2-ാം വരവ് വരെയും നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് മരിച്ചു എന്നതിന്റെ അടയാളമായുന്ന കർത്തൃമേശ നിങ്ങൾ ആചരിക്കണം. ഇതാണ് ഇന്ന് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ പുതിയ നിയമം എന്നും പറഞ്ഞു വരുന്നു. വേദപുസ്തകം വളരെ തന്ത്രപരമായി സാത്താൻ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവർ. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം അതിന്റെ 13, 14 വാക്യങ്ങൾ കൂടെ വായിക്കാം. വളരെ പെട്ടെന്ന്. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ കപടവേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നതായ വേദമായ പ്രവർത്തകർ. അത് ആശ്ചര്യമല്ല. കാരണം എന്താണ്? സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അല്ലേ? വായിച്ചു നോക്കിയ ബസ്. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ, ഞാൻ കാണാതെ പറഞ്ഞ വാക്യം മുതൽ 14, സാത്താൻ താനും വെളിച്ച ദൂതൻ എന്ന ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ വേഷം ധരിക്കുന്നതിൽ ആശ്ചര്യമില്ല. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതി എന്ന ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നതിൽ അതിശയവുമല്ല എന്നാണ് അവരുടെ അവസാനം. അത് വേണ്ട, സമയക്കുറവ് കൊണ്ട് അവർക്ക് തോന്നുന്നു. വേദപുസ്തകം വളരെ കൃത്യതയോടെ പറയുന്നു. മത്തായി 15-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം.
മത്തായി 15:9. മാനുഷ്യ കൽപ്പനകളായ നോക്കുക, മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. എന്റെ നാമം വൃഥാവെടുക്കുന്നു, എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അവർ എന്റെ നാമം എന്ത് ചെയ്യുന്നു? വൃഥാവാക്കി കളയുന്നു. എങ്ങനെയാ വൃഥാവാക്കുന്നത്? നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 21, 22 വാക്യങ്ങൾ. അതെ. എന്നോട് കർത്താവേ കർത്താവേ കർത്താവിന്റെ രണ്ടാം വരവ് സംഭവിക്കുന്നതായ ആ സമയത്ത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നത്. കർത്താവേ കർത്താവേ, നോക്കുക, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തെ വളരെ വീര്യപ്രവൃത്തികൾ നിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തില്ലയോ എന്ന് അന്നാളിൽ പലരും എന്നോട് പറയും. അപ്പോഴെന്താ യേശുക്രിസ്തു പറയാൻ പോകുന്നത്? അന്ന് ഞാൻ അവരോട്, ഞാനൊരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുമെന്ന് തീർത്തും പറയും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വഞ്ചിക്കപ്പെട്ടു പോയി. യേശുക്രിസ്തു അറിഞ്ഞില്ല. പലരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിശയങ്ങളും അത്ഭുതങ്ങളും വലിയ വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്തു. പക്ഷെ എന്ത് ചെയ്തില്ല? അവര് അറിഞ്ഞില്ല എന്ന് വളരെ കൃത്യതയോടെ വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും. നോക്കാം, നമുക്ക് തീർക്കാം വളരെ പെട്ടെന്ന്. 2 വാക്യങ്ങളിലൂടെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 13-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും ചേർത്തൊന്ന് വായിക്കുക. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുൻപാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 2-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം 2, 4 ചേർത്ത് വായിക്കുക. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ഇരുന്നു. അതിന് മൈക്കിലൂടെ ഒന്ന് വായിക്കാം. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അടുത്ത 4-ാമത്തെ വാക്യം. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് മഹാസർപ്പം അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. അവരാരെയാണ് നമസ്കരിക്കുന്നത്? അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിച്ചു. പ്രിയമുള്ളവരെ, ഈ രാത്രികാലം വളരെ വ്യക്തമായും വേദപുസ്തകത്തിൽ നിന്നും സാത്താന്റെ വഞ്ചന എപ്രകാരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. കർത്താവിന്റെ വരവ് ഈ തലമുറയിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. ഈ ദൂത് ഈ ദേശത്ത് അറിയിക്കാതെ പോയാൽ ദൈവം നിങ്ങളുടെ മുന്നിൽ കുറ്റക്കാരൻ ആയതുകൊണ്ട് കഴിഞ്ഞ 3 രാത്രികളിൽ, അതിനു മുൻപുള്ള ദിവസങ്ങളിൽ ദൈവം നിയോഗിച്ചതായ, മനുഷ്യനല്ല ദൈവം നിയോഗിച്ചതായ പ്രിയപ്പെട്ടവർ വളരെ ത്യാഗംപ്പെട്ട് വളരെ പ്രയാസത്തോടുകൂടി ഈ ദേശങ്ങളിലെ ഭവനങ്ങൾ സന്ദർശിച്ച് വിശബ്ദ പരിധിയിൽ നിന്ന് കേൾക്കുവാനുള്ള ക്രമീകരണങ്ങളെ ചെയ്ത് അതിനുള്ള സാമ്പത്തികങ്ങളെ കണ്ടെത്തി അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളെയും ചെയ്ത് 3 ദിവസം ദൈവം ഈ ദൂത് നിങ്ങളെ ഇവിടെ കേൾപ്പിച്ചു. നമുക്കൊരു നിമിഷം എണീറ്റ് നിന്ന് ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിച്ച്
ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി ഏവരും എണീറ്റ് നിൽക്കുക. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 20-ാമത്തെ അധ്യായം 26-27 വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കും. അതിൻ്റെ 24-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിനു കർത്താവായ യേശു തന്ന ശുശ്രൂഷയിൽ തീർക്കണം എന്നേ എനിക്കുള്ളൂ. 26-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയും. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ദൈവം എന്നെ ഈ ദേശത്തോട് നിങ്ങളെ അറിയിപ്പാനായി തന്ന ദൂത് അല്പം പോലും മറച്ചു വെക്കാതെ ഉള്ളതുള്ളതുപോലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ആയതിനാൽ നിങ്ങൾ ഏതെങ്കിലും സാത്താന്റെ ശക്തികളിലൂടെ നിങ്ങളുടെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളാരും ഉത്തരവാദികളല്ല, ദൈവസന്നിധിയിൽ കുറ്റക്കാരനല്ല എന്ന് നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നു. ആയതിനാൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഈ ദൂത് ഇവിടെ വിളംബരം ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തു എന്നെ ഏൽപ്പിച്ചത് അല്പം പോലും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു എന്നുള്ളതിന് ഈ ദൂത് ശ്രവിച്ച നിങ്ങൾ ഓരോ വ്യക്തികളും, ദൂത് നൽകിയതായ കർത്താവായ യേശു ക്രിസ്തുവും തന്റെ വിശുദ്ധ ദൂതന്മാരും ഞങ്ങൾക്ക് സാക്ഷികളാണ്. ആയതിനാൽ കണ്ണുകളെ അടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ മനോഹരമായ ദേശവും ഇതിൽ വസിക്കുന്ന നിഷ്കളങ്കരായ പ്രിയപ്പെട്ടവരെയും കർത്താവെ അങ്ങ് അവിടുന്ന് കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ച് പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തുമാറാകണം. ഈ ദേശത്ത് കർത്താവെ അങ്ങ് അവിടെ നിന്ന് അയച്ചതായ പ്രിയപ്പെട്ട പ്രവർത്തകരെ വീണ്ടും ഈ ദേശത്തോട്ട് അയച്ച് പ്രിയ മക്കളെ ബലപ്പെടുത്തുമാറാകണം. ഈ ദേശത്ത് അനേകം വ്യക്തികൾ നിത്യജീവനിലേക്ക് കടപ്പാനുണ്ട് എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. ആയതിനാൽ നിങ്ങൾ ഉച്ചത്തിൽ പ്രഘോഷിപ്പിക്കുക, പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഈ പട്ടണത്തിൽ അനേകം പേർ എനിക്കുണ്ട് എന്ന് കർത്താവിന്റെ വചനം നമ്മെ ശ്രവിപ്പിക്കുന്നു. ആയതിനാൽ കർത്താവെ പ്രിയ മക്കളെ അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളുമാറാകണം. അവർ നിഷ്കളങ്ക ഹൃദയരായി ഈ ദേശത്ത് വസിക്കുമ്പോൾ കർത്താവെ ഈ ദൂത് നൽകിയ എല്ലാ പ്രിയ മക്കളെയും ദൈവം അങ്ങ് അനുഗ്രഹിക്കുമാറാണ്. അതിനായി പ്രവർത്തിച്ച എല്ലാ പ്രിയ മക്കളെയും ദൈവം അങ്ങ് അനുഗ്രഹിക്കുമാറാണ്. ഞങ്ങൾക്കായി ജീവനെ അർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹീതമായ ഒരു ദൂതാണ് നിങ്ങൾ കേട്ടത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഹൃദയങ്ങളെല്ലാം സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഗണപതിക്കല്ല് ദേശത്ത് ഈ ദൂത് കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരെയും തിരഞ്ഞെടുത്തിട്ട് അവർ ഗലീലക്കടൽ തീരത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കർത്താവ് കൊണ്ടു നടന്ന് വേല ചെയ്തു. അവരുടെ തൊഴിൽ മീൻപിടുത്തമായിരുന്നു. ഒരു ദിവസം പത്രോസ് അപ്പോസ്തലൻ വളരെ ദയനീയമായിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് മീൻപിടുത്തമായിരുന്നു. ഞങ്ങളുടെ വള്ളവും വലയൊക്കെ വിട്ട് ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു. ഞങ്ങളിത് അങ്ങ് പറഞ്ഞതായ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ സഞ്ചരിച്ചു. അങ്ങയ്ക്ക് വേണ്ടി അങ്ങ് ആജ്ഞാപിച്ചതായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു. ഞങ്ങൾക്ക് എന്ത് കിട്ടും? ചോദിച്ചു. കർത്താവ് എന്ത് മറുപടി പറഞ്ഞു? നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. അവസാനം ഞാൻ രാജാവായി കർത്താവായി എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ 12 പേരും
നിങ്ങൾ 12 പേരും എന്നെപ്പോലെ എന്റെ അടുക്കൽ ഇരുന്ന് 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഈ ലോകത്തിലെ ജനത്തെ, വിശുദ്ധന്മാരെ നിങ്ങൾ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. ആ ന്യായവിധിയുടെ ദൂതാണ് ഇന്ന് ഗണപതിക്കല്ലിൽ പാസ്റ്റർ അജയൻ അവർ കേൾപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വേദപുസ്തകം വീട്ടിലുള്ളവർ പൊടി തട്ടാതെ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ആരാധിക്കുവാൻ കിട്ടുന്നതായ ദിവസം നിങ്ങൾ രാവിലെ പോയി അവിടത്തെ നിങ്ങളെ പഠിപ്പിക്കുന്നതായ ആളുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടുകൊണ്ട് പലതും നിങ്ങളെ കണ്ണിന് മറച്ചു വച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വളരെ ആഴമായി ഈ ദൂത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ, ഞാൻ എന്തുകൊണ്ടിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇവിടെ പലർക്കും സംശയമുണ്ട്. ഞങ്ങളിത് പ്രിയദാസൻ സംസാരിച്ചത് വേറെ ഓടുന്നൊന്നുമല്ല, താൻ എഴുതിക്കൊണ്ടുവന്നതല്ല, ഞങ്ങൾ ആരും എഴുതിക്കൊടുത്തതല്ല, ഞങ്ങളുടെ നേതൃത്വത്തിലുള്ളതായ ആരും എഴുതിക്കൊടുത്തതല്ല. വളരെ ദിവസങ്ങൾ ഇരുന്ന് വളരെ പുസ്തകങ്ങൾ റഫർ ചെയ്ത് വേദപുസ്തകവുമായിട്ട് ദൈവത്തിന്റെ വചനം താദാത്മ്യം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി പ്രിയദാസനത് പറഞ്ഞുവെങ്കിൽ ഈ മണൽത്തരികൾ, ഇവിടത്തെ കല്ലും ഈ മരങ്ങളും സാക്ഷ്യം പറയുമ്പോൾ ഈ ദേശത്ത് നിന്ന് ഒരു കൂട്ടം ദൈവജനം ആ ന്യായവിധിയുടെ മുമ്പേ നിന്നുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, കർത്താവേ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് എന്ന് പറയുവാൻ ഈ വിലയേറിയ അവസരം നിങ്ങൾ മുതലാക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഞങ്ങൾക്ക് പല ചോദ്യങ്ങളും ഇവിടെ വന്നു, ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നു. ഇന്ന് പ്രിയദാസൻ ദൈവത്തിന്റെ ആത്മാവ് തന്റെ മകന് വെളിപ്പെടുത്തി കൊടുത്തതായ വിലയേറിയ സത്യം ഇന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അത് കേട്ടതായ നിങ്ങൾ അനുഗ്രഹീതരാണ്. ഞങ്ങൾ നാളെ മധ്യാഹ്നത്തോടെ ഞങ്ങൾ ഇവിടം വിട്ടു പോകും. പിന്നെ ഞങ്ങൾ വീണ്ടും ചിലപ്പോൾ ഇവിടെ വരും. നിങ്ങൾക്ക് കൂടുതലായി അറിയുവാനും പഠിക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വേദപുസ്തകം മടക്കി വെക്കാതെ ഞങ്ങളുടെ മുൻപിൽ നിങ്ങൾ തുറന്നാൽ നിങ്ങളുടെ ഏത് സംശയങ്ങളും തീർത്തു തരുവാൻ ഞങ്ങൾ ആളാണ്. അതുകൊണ്ട് നിങ്ങളിത് വിലപ്പെട്ടതായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ കരുതുക. നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം ശക്തിയോട് നിങ്ങൾ ഉൾക്കൊള്ളുക. ദൈവം നിങ്ങളെ ആ നിത്യതയുടെ തീരത്ത് നമുക്ക് ഒരുമിച്ച് കാണുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വിലപ്പെട്ടതായ ദൂത് നമുക്കായി നൽകിയതായ പ്രിയ ദൈവദാസനെ ഈ കൂടുതലായി ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടെ നമ്മുടെ സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പാടാം, കരുണയിൻ കാലങ്ങൾ മാറിടുവേ, ഭയങ്കര ന്യായവിധി വന്നിടുവേ. ഈ പാട്ട് നമുക്ക് ചേർന്ന് കരങ്ങളെ അടിച്ചു പാടാം.
കിഴക്കു പടിഞ്ഞാറ് തെക്കു വടക്കുമായി വചനമന്വേഷിച്ചലഞ്ഞു നടന്നു. കിഴക്കു പടിഞ്ഞാറ് തെക്കു വടക്കുമായി വചനമന്വേഷിച്ചലഞ്ഞു നടന്നു. അന്നു യൗവനത്താലെല്ലാം ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല. കർത്താവിൻ ഭയങ്കര ഓര ദിവസത്തിങ്കൽ തെറ്റി ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല. അന്നു നിത്യാതിഥിയായി ഒരു ദിവസമാണ്. അന്നു നിത്യാതിഥിയായി ഒരു ദിവസമാണ്. കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കർത്താവിൻ പൈതലെന്ന് മണിയറയിൽ കർത്താവിനോടുകൂടെ വാസം ചെയ്യും. കർത്താവിൻ പൈതലെന്ന് സ്വർഗമണിയറയിൽ കർത്താവിനോടുകൂടി വാസം ചെയ്യും. എന്റെ കഷ്ടതയെല്ലാം തുടച്ചിടുന്ന ദിവസമാണ്. എന്റെ കഷ്ടതയെല്ലാം തുടച്ചിടുന്ന ദിവസമാണ്. കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. ഈ സമയം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രിയ പാസ്റ്റർമാർ പ്രാർത്ഥിക്കാം. അപ്രകാരം നിൽക്കുമ്പോൾ തന്നെ കേട്ടതായ വചനം നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു ഉണർവിന്റെ അനുഭവത്തിലൂടെ നമ്മെ തന്നെ ദൈവം മുൻപാകെ താഴ്ത്തി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷയായി സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലെ നല്ലൊരു ജീവിതം, ആത്മീയമായ നല്ലൊരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നമ്മെ ഇവരെയും പ്രത്യേകമായി ഈ ഗണപതി കല്ലിദേശത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും മനോഹരമായ നല്ലൊരു വിശുദ്ധ ദിവസത്തിന്റെ ആരംഭ നിമിഷമാകുന്ന ഈ വേളകളിൽ കർത്താവേ, ഞങ്ങൾക്ക് ഈ ദേശത്തോടൊപ്പം ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാനും മഹത്വം കൊടുക്കാനും ഈ അവസരം തന്നതായ കൃപയോടോർത്ത് നന്ദിയോടെ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ 2 ദിനരാത്രക്കാലം സർവശക്തനായ ദൈവമേ തന്റെ പ്രിയപ്പെട്ട ദാസന്മാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ഈ ദേശത്ത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വിളിച്ചു ഓതുവാൻ സർവശക്തനായ ദൈവമേ അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, 1-ാം ദിവസം ഞങ്ങൾ കേട്ടത് രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവേ ദൈവദാസന്മാരിൽ കൂടെ സർവശക്തനായ ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയതായ ദൂതിന് വേണ്ടി